IPL 2026 ഒരുക്കങ്ങൾ ടീമുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നവംബർ 15-നകം റിലീസ് ലിസ്റ്റും റിട്ടൻഷൻ ലിസ്റ്റും ഫ്രാഞ്ചൈസികൾ പുറത്തുവിടണം. മുംബൈ റിലീസ് ചെയ്യാൻ പോകുന്നതും റീറ്റെയിൻ ചെയ്യാൻ പോകുന്നതുമായ പ്രധാന താരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. എല്ലാ IPL അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 2025-ൽ 4-ാം സ്ഥാനത്താണ് മുംബൈ സീസൺ അവസാനിപ്പിച്ചത്. ഇനീഷ്യൽ സ്റ്റേജിലെ സെറ്റ്ബാക്കുകൾ ഒക്കെ മറികടന്ന് ഒരു ടിപ്പിക്കൽ MI ഫിനിഷ്. നവംബർ 15-ന് മുൻപ് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് വേണ്ടി മുംബൈ ശ്രമിക്കുന്നുണ്ട് എന്നാണ് വിവരം. ഇഷാൻ കിഷനെ താൽപ്പര്യമുണ്ടെങ്കിലും വിട്ടുകൊടുക്കാൻ SRH തയ്യാറല്ല. ബാറ്റിംഗ് കോർ ഗ്രൂപ്പിനെ അതേപടി മുംബൈ നിലനിർത്തും. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ. ഇതിന്റെ കൂടെ വിദേശ താരങ്ങളായ റിയാൻ റിക്കൾട്ടണും ജോണി ബേസ്റ്റോയും തങ്ങളുടെ സ്ഥാനം നിലനിർത്തും. പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹർ, അശ്വിനി കുമാർ, അർജുൻ ടെണ്ടുൽക്കർ എന്നിവർ ഉറപ്പായും അടുത്ത സീസൺ കളിക്കും. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ മിച്ച് സാനറും വിഘ്നേഷ് പുത്തൂരും സ്ഥാനം നിലനിർത്തും. സാനറുടെ സമീപകാല ബാറ്റിംഗ് ഫോമും മികച്ചതാണ്. ഇനി മുംബൈ ഒഴിവാക്കാൻ പോകുന്ന താരങ്ങളിലേക്ക് വരാം. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ കരൺ ശർമ്മ പുറത്താകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഒപ്പം മുജീബുർ റഹ്മാനും മുംബൈ സ്ക്വാഡിൽ ഉണ്ടാകില്ല. ഓവർസീസ് ക്വാട്ട ബാലൻസ് ചെയ്യുമ്പോൾ മുജീബിനെ 11ന്റെ ഭാഗമാക്കാനും മുംബൈക്കാകില്ല. റിച്ചാർഡ് ഗ്ലീസൺ, റീസ് ടോപ്ലി, ചരിത് അസലങ്ക എന്നിവരും നവംബർ 15-ന് ശേഷം മുംബൈ സ്ക്വാഡിൽ ഉണ്ടാകില്ല. പേഴ്സ് ബാലൻസ് പരമാവധി കൂട്ടി ഓപ്ഷനെ സമീപിക്കാനാണ് മുംബൈയുടെ ശ്രമം. ഒരു മികച്ച ഇന്ത്യൻ സ്പിന്നറേയും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററേയുമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക. മറ്റൊരു കിരീടം കൂടി നേടുന്നതുവരെ പ്ലെയർ ഡെവലപ്മെന്റിൽ അമിതമായി ശ്രദ്ധ കൊടുക്കില്ല എന്ന് കരുതാം. കൂടുതൽ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിൽ.